പറ്റിയ തെറ്റും അസ്സരി ഉസ്താദിൻ്റെ മറുപടിയും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോസിനുള്ളിൽ കാണാം. ഇവളുടെ നെഗറ്റീവും പോസിറ്റീവും ഇതിൽ നിങ്ങൾക്ക് കാണാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഞാൻ ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, ഇവിടെ ഇതിലുള്ള നെഗറ്റീവും പോസിറ്റീവിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ പോണത്. എന്താണ് സംഭവം, എങ്ങനെയാണ് അത്, എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം, പിന്നെ കാന്തപുരം അസ്സരി ഉസ്താദ് പറഞ്ഞതിനെ എന്താണ് ഇതിലുമായിട്ട് കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ള കുറിച്ചിട്ടോ. അത് നിങ്ങളുടെ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. ഞാൻ വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വെക്കാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. Yeehaw! What's your name? Jannah. Dana. Your to name? meet you. Wi-Fi. Wi-Fi. Who's you connect? Wi-Fi? Wi-Fi. Who's you connect? This is my nickname. Okay. What's your real name? Rename Abdullah. Abdullah. Yes. നല്ല പേരും വെച്ചിട്ട് Yes, yes, yes. അങ്ങനെ മയിലില്ല ചെയ്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം. അതിൻ്റെ മോൻ വേറെ വഴിയില്ല എനിക്ക്. പക്ഷെ ഈ ഒരാൾക്കാർക്കും കൊടുക്കരുത്. നാട്ടിൽ വല്ലവരിക്കണമെങ്കിൽ ഞാൻ ചെട്ട് പൊളിച്ചാണ്. ഈ വഴി കണ്ടു കഴിഞ്ഞാൽ Look behind you. Look there. Look to the sun, look. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ത്രീകൾ ഇതേമാതിരി തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ട് അവർക്കുണ്ടായ മോശം അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മളത് കണ്ടിട്ടുമുണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇവളൊന്ന് പോയതാണ്. പക്ഷെ എനിക്കിതിൽ ഇവൾക്ക് അനുഭവം ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. സംഭവിച്ചിട്ടുണ്ടാവാം. അവളുടെ വീഡിയോസിൻ്റെ താഴത്ത് പോയിട്ട് എത്രയോ പേര് മോശമായ കമൻസും റീച്ചിനാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ വീഡിയോസ് കണ്ടിട്ട് അത് അഭിനയമായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ തെറ്റാണ് കേട്ടോ. കാരണം ഇത് ഇവൾക്ക് സംഭവിച്ചതാണ്, ഇത് കറക്റ്റുമാണ്, സംഭവിച്ചതുമാണ്. അത് എല്ലാ സംഗതികളും നമുക്കതിന് മനസ്സിലാക്കാം. കാരണം അവളെ ഫേസ് കണ്ടാൽ അറിയാം അതൊരു അഭിനയമല്ലത്. ഇങ്ങനത്തെ ഒരു മരുഭൂമിയിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ അവൾക്കത് സഹിക്കല്ലാതെ വേറൊരു നിവൃത്തിയില്ല. നിങ്ങൾ കണ്ടതാണ്, അവൾ ക്യാമറ ഫ്രണ്ടോട്ടൊക്കെ പിടിച്ചപ്പോൾ അവിടെ ഒന്നൊരു മനുഷ്യന് പോലും ഇല്ല. അവൾക്ക് പ്രതികരിക്കാൻ പറ്റൂല. പ്രതികരിക്കാൻ പറ്റുമോ? ഒരിക്കലും പ്രതികരിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. പിന്നെ അവൻ്റെ പേര് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ഡയലോഗുണ്ട്, അത് കേട്ടാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും അവൻ എന്താണ് ഉദ്ദേശിക്കണമെന്നുള്ളത്. പിന്നെ ലോകത്ത് ഏത് കോണിൽ പോയാലും നരമ്പന്മാരുണ്ടാവും എന്ന് കരുതിയിട്ട് ആ നാട്ടിൽ എല്ലാവരും മോശക്കാരെന്നല്ല. എന്തായാലും ഒരു 100 പേരടുത്ത് ഒരുത്തനെങ്കിലും ഉണ്ടാവും ഇതേമാതിരത്തെ ഉടായ്പ കളിച്ച ടീംസ്. പിന്നെ ഇവളെ നെഗറ്റീവ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്നറിയോ? നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോസിനെ ഇതേപോലെ തന്നെ തമ്പിലൈനാക്കിയും കോണ്ടൻറ്റ് ക്രിയേറ്റ് ആക്കിയിട്ടൊന്നും നമ്മളാരും ഒന്ന് പോസ്റ്റ് ആണെന്ന് നോക്കൂല. നമ്മൾ ആ സിറ്റുവേഷൻ മാത്രം എടുത്ത് പോസ്റ്റ് ചെയ്ത് എനിക്ക് ജോർഡാനിൽ പോയപ്പോൾ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഉണ്ടായ അനുഭവമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ഉള്ളൂ അല്ലേ. ഇത് ഇവള് അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ തമ്പിലൈനൊക്കെ വെച്ചു. ഇതിൻ്റെ ഈ വീഡിയോസ് തുടങ്ങുമ്പോൾ തന്നെ ഇവള് കരയുന്നതും അതിൻ്റെ രംഗങ്ങളാണ് ഇവിടെ ചാനലിൽ അവൾ ഇട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് കാണുന്നവർക്ക് തോന്നിപ്പോവുകയാണ് ഇതൊരു വീഡിയോ കോണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ളത് തോന്നിപ്പോവുകയാണ്. ഇപ്പം ഞാനൊരാണാണ്, എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എന്താ ചെയ്യുക? എനിക്ക് ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നിട്ട് പിന്നീട് ആ വീഡിയോ നേരെ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് തീരെ പോസ്റ്റ് ചെയ്യാതെ തന്നെ ഇരിക്കൂല. പക്ഷെ അവൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് എന്താണ്, ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു മെസ്സേജാണത് അല്ലേ.
ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ചെന്ന് പെട്ടാൽ ഇന്ന സ്ഥലത്ത് ചെന്ന് പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന റൂട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കരുത് എന്നുള്ളതിനുള്ളൊരു മെസ്സേജ് കൊടുത്തതാണ് അവൾ. പക്ഷെ അവൾ ഈ വീഡിയോസിന് ആദ്യം ജോർഡാനിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ യൂട്യൂബിൽ ഇതിലൊക്കെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോകാൻ ഒരുപാട് ആഗ്രഹം തോന്നുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. ഇങ്ങനത്തെ ഒരു ഇതുണ്ടാകുമ്പോൾ അവൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ വീഡിയോസിൻ്റെ ഒടുക്കം മുതൽ തലക്കം വരെ പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് ഭാഗത്ത് ഇവളെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നത്, പിന്നീട് വീട്ടിൽ വന്നിട്ട് അത് ഇതാക്കിയിട്ട് അതിനെക്കുറിച്ചിട്ട് കരഞ്ഞിട്ട് പറയുന്നതും, പിന്നീട് അതൊക്കെ എഡിറ്റ് ചെയ്ത് നല്ലൊരു തമ്പലൈനാക്കി നല്ലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആർക്കായാലും ഡൗട്ട് എടുക്കും. അതാണ് ഞാൻ പറഞ്ഞ നെഗറ്റീവ് എന്ന് പറഞ്ഞു കേട്ടോ. അവൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല എന്നൊന്നുമല്ല, പക്ഷെ അവളതിൽ കൊടുത്തൊരു മെസ്സേജ് ഉണ്ട്, ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ വഴി തിരഞ്ഞെടുക്കരുതെന്നുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജൂനിയർ കാന്തപുരം അസരി ഉസ്താദ് ഒരു വീഡിയോസ് ചെയ്തതിനുള്ള ഇത് കണ്ടത്. അന്ന് അയാളെ ട്രോളാത്തിയും അയാളെ കളിയാക്കാത്തി മനുഷ്യന്മാരില്ല കേട്ടോ. അന്ന് ഞാനും പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്, അയാൾ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളതെന്നുള്ളത്. ഞാൻ ആ വീഡിയോസ് ഇവിടെ ഒന്ന് ഓണാക്കട്ടോ, നിങ്ങളൊന്ന് കണ്ടോക്കിയത്. അപ്പോൾ നിങ്ങൾക്കും കാര്യങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാവും. കാരണം അന്ന് അയാളെ കുറ്റം പറഞ്ഞ ആൾക്കാർ വരെ ഇന്ന് അയാൾ പറഞ്ഞത് ശരിയാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും നിങ്ങളെ നാവുകൊണ്ട് നിങ്ങൾക്ക്. ഞാനിവിടെ വെക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് ഇതിൻ്റെ വീഡിയോസിൻ്റെ അവസാനം ഞാനൊരു കാര്യം പാടും പറയാൻ ഒന്നാമപാടും ശ്രദ്ധിച്ച് കേട്ടോ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല. അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം. അത് ഭർത്താവുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മളിത് സംസാരിക്കുന്നത് സുനിത വില്യംസ് സ്പേസിൽ മാസങ്ങളോളം താമസിച്ച് തിരിച്ചു വന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്ത്രീ ഒറ്റയ്ക്ക്. സ്വന്തമായിരുന്നു പോയത്? ഇല്ല, കൂടെ വേറൊരു പുരുഷനുണ്ടായിരുന്നു. രണ്ടാളാണോ? അല്ല, ഭർത്താവ് കുടുംബത്തിലുള്ള ആരോ കൂടെ ഉണ്ടായിരുന്നില്ല. ഒഫീഷ്യൽസ് ഉണ്ടാവും. മുസ്ലിം അല്ലല്ലോ. ഈ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്ന എല്ലാ പെണ്ണിനും അപകടം ഉണ്ടാകും എന്നും അല്ലല്ലോ. നമ്മൾ ലൈസൻസ് എടുത്ത് പോകുന്നത് എപ്പോഴെങ്കിലും പോലീസ് കൈകാട്ടെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പോൾ അത് ഇൻസ്പെക്ഷൻ ഒരിക്കലും ഉണ്ടാവും. പക്ഷേ യു ഷുഡ് ഹാവ് ദ ലൈസൻസ് വിത്ത് യു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് ഇസ്ലാം മാത്രമല്ലല്ലോ, അമ്മ പറഞ്ഞിട്ടില്ലേ സിനിമാ നടികൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്ന്. കാരണം അത് അപകടം. സെക്യൂരിറ്റി സിസ്റ്റം അത് വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടാകും. ഇസ്ലാമിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാട്ടോ. പക്ഷെ അതിൽ ഉസ്താദ് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, മുസ്ലിങ്ങൾക്ക് എന്നല്ല. അപ്പോൾ അത് ഓരോ മതത്തിന് ഓരോരോ ചട്ടക്കൂടുണ്ടാവും. ആ ചട്ടക്കൂട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ, ആ മതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളത് അംഗീകരിക്കൽ നിർബന്ധം. അപ്പോൾ നമ്മൾ സ്ഥാപനത്തിൽ കയറിയാൽ ആ സ്ഥാപനത്തിൽ ഇത്ര ടൈമിന് കയറണം, ഇന്ന യൂണിഫോം ധരിക്കണം, ഇന്ന ഇതാക്കണം എന്നുള്ളത് ഉണ്ടാവില്ല. അതേപോലെ ഇസ്ലാമിൽ നിൽക്കുമ്പോണ്ട്. പക്ഷെ അത് ഇസ്ലാമിൽ മാത്രമല്ല, നമ്മൾ ഇന്നത്തെ കാലത്ത് പണ്ടുണ്ടായിക്കണ്, പണ്ടില്ല എന്നൊന്നുമല്ല. നമ്മൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പോൾ, ആണുങ്ങൾക്ക് വരെ സുരക്ഷിതമില്ലാത്ത കാലത്ത് സ്ത്രീകളാവുമ്പോൾ ഒന്നല്ലെങ്കിൽ അവരെ കൂടെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. ഇപ്പോൾ ഈ ബ്ലോഗറിനുണ്ടായ സംഭവത്തിൽ അവളെ കൂടെ ആരെങ്കിലുമൊക്കെ ഒപ്പം ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് നീ അവസ്ഥ വരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇനിയിപ്പോൾ ഒരു സ്ത്രീ തന്നെ ആയിക്കോട്ടെ പ്രശ്നമില്ല, ഒന്നോ രണ്ടോ സ്ത്രീകളായിക്കോട്ടെ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പുരുഷനായിക്കോട്ടെ പ്രശ്നമില്ല. പുരുഷനാകുമ്പോൾ ഏറ്റവും നല്ലത് അവനക്ക് വേണ്ടപ്പെട്ട ഒന്നല്ലെങ്കിൽ ആങ്ങളെയോ അല്ലെങ്കിൽ വാപ്പയോ അല്ലെങ്കിൽ ഭർത്താവോ ഒക്കെയാണ് ഏറ്റവും നല്ലത്. എല്ലായിടത്തും നമ്മൾ ഒപ്പം ഒരു ആളെ കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഇപ്പോൾ കോളേജിൽ പഠിക്കാം, നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്ത് കോളേജിൽ പഠിക്കാൻ പോകണില്ല, അവരുടെ കൂടെ എപ്പോഴും നമുക്ക് ആണുങ്ങൾക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒപ്പം എപ്പോഴും അവർക്ക് അനിയത്തികൾക്കോ ഏട്ടത്തികൾക്കോ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? ഇല്ല. ജോലിക്ക് പോകണവരുണ്ട്, അപ്പോൾ പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്നാലും ഈ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈസൻസ് കൈക്ക് പിടിക്കുന്നത് എപ്പോഴും പോലീസ് പിടിക്കുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ. സപ്പോസ് എന്നെങ്കിലും പിടിച്ചാൽ കാണിച്ചു കൊടുക്കാനല്ല. അതേപോലെ തന്നെ എന്നും സംഭവിക്കുന്നല്ല, എന്നെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സംഭവം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അന്ന് ഉസ്താദിനെ ട്രോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന അതാണ്. കാരണം അതിൽ അവൾ തന്നെ പറയുന്നുണ്ട് ആരെങ്കിലുമൊക്കെ ഒരാളെ ഒപ്പം ഉണ്ടെന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ യാത്ര പോകുമ്പോൾ ഒന്നും നമ്മൾ ട്രാവൽസ് വഴി 1 2 3 ആൾക്കാരെ കൂടെ പോവുക, അതൊക്കെയാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അവനക്ക് വേണ്ടപ്പെട്ട ഒരാളൊപ്പം കൂട്ടുക. അതെന്താ പറയുക, മറ്റൊരു രാജ്യത്ത് നമ്മൾ പോവാണ്, നമുക്ക് അവിടെ എങ്ങനെ പോകണം, എവിടെ പോകണം, എന്ത് പോകണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ച് വരാമെന്നുള്ളതൊക്കെ അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കൂടെ ഒന്നല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ വേണം, എല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ നമ്മളുടെ ധൈര്യത്തിന് നമ്മളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ഒരാൾ വേണം. ഇതിനൊക്കെയാണ് പറയണത് ആരെങ്കിലുമൊക്കെ ഒപ്പം കൂട്ടണം. ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ അവൾക്ക് വേണ്ടപ്പെട്ട മഹറം ആരെങ്കിലും ഒപ്പം വേണമെന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഇനി മഹറം തന്നെ വേണമെന്നില്ല, നമ്മളിപ്പോൾ ഒരു ട്രാവൽസ് വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ 1 2 അല്ലെങ്കിൽ 5 6 അല്ലെങ്കിൽ 10 പേരെങ്കിലുമൊക്കെ കൂടി പോകുന്നത് നല്ല തന്നെയല്ലേ. ആ ട്രാവൽസ് കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി കണ്ട് തിരിച്ചു വരാം. അല്ലെങ്കിൽ പോകുമ്പോൾ എന്ത് ചെയ്യാം, അവനാർക്ക് പറ്റുന്ന രൂപത്തിലൊരു ഫ്രണ്ടിന് പാടി ഒപ്പം കൂട്ടുക.
എന്നിട്ട് അവരേറ്റ് പോവുക. അപ്പോൾ എന്താണ്, നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെയും കുറേയൊക്കെ ധൈര്യം ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ആളുണ്ടല്ലോ എന്നുള്ള ധൈര്യം ഉണ്ടാവും. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് അറിഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ്. ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം. ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന വഴി ഒരിക്കലും ആരും തിരഞ്ഞെടുക്കരുത്. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. എസ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കണ്ട, അതിലും അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒറ്റയ്ക്ക് വരുന്നത് കൊണ്ടെന്നുള്ളത്. ഇത് തന്നെയാണ് അന്നത് പറഞ്ഞത്. അത് ഏത് മതത്തിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഒപ്പം ഇങ്ങനത്തെ യാത്രയ്ക്ക് ഒരാൾ ഒപ്പമുള്ളത് നല്ലതാണ്. ഇത്രയും ഒരാളും പറഞ്ഞിട്ടുള്ളൂ. അത് ഇസ്ലാം എന്നല്ല, നോർമലി ഇപ്പം നമ്മൾ പറയുകയാണെങ്കിലും നമ്മളെ വേണ്ടപ്പെട്ട ആരെങ്കിലും പോവുകയാണെങ്കിലും ഒപ്പം ഒരാളെ കൂട്ടിക്കോന്ന് പറയലില്ലേ. അതെന്തിനാണ്? അത് ഇങ്ങനത്തെ സിറ്റുവേഷനും സംഭവിക്കാതിരിക്കാനാണ്. പിന്നെ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് നല്ല സേഫായ സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നുള്ളത്. അത് നല്ല രാജ്യമൊക്കെ തന്നെയാണ്. പക്ഷെ എല്ലാ രാജ്യത്തും ഉണ്ടാവില്ല ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇതേമാതിരി. നമ്മൾ ചിലപ്പോൾ നമ്മളെ കഷ്ടകാലത്തിന് ഇങ്ങനത്തെ ഒരിടത്തേക്കാണ് ചെന്ന് പെടുണ്ടാവുക. അത്രേ ഉള്ളൂ, അല്ലാതെ ഒന്നുമല്ല. എന്തായാലും ഇനിയെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ, അതാണായാലും പെണ്ണായാലും ഒക്കെ ഒപ്പം ഒരാളെ കൂട്ടുന്നത് നല്ലതായിരിക്കും.